ഗസയുടെ ഭരണം UN സമാധാന സേനയെ ഏൽപ്പിക്കണമെന്ന് അറബ് ഉച്ചകോടിയിൽ അഭിപ്രായമുയർന്നു. കഴിഞ്ഞ ദിവസമാണ് 33ാമത് അറബ് ഉച്ചകോടി ബഹ്റൈനിൽ സമാപിച്ചത്. ഗസയുമായിട്ട് ബന്ധപ്പെട്ട ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ് ഏറ്റവും പ്രാധാന്യമായ രീതിയിൽ അവിടെ നടന്നത്. അപ്പോൾ നിലവിലെ സാഹചര്യം സങ്കീർണമാണ്. ആ സങ്കീർണതയിൽ നിന്ന് അയവ് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നമ്മളൊരു കൂട്ടായ്മയോടുകൂടി ഒരു കാര്യം തീരുമാനമെടുത്തുകൊണ്ട് UN സഭയെയും ബന്ധപ്പെട്ട ലോകരാജ്യങ്ങളെയും അറിയിക്കുകയാണ്. അവിടെ ഇപ്പോൾ നിലവിൽ വേണ്ടത് UN സമാധാന സേനയെ ഭരണമേൽപ്പിക്കുന്നതോടുകൂടി തന്നെ അവിടുത്തെ പ്രശ്നത്തിന് താൽക്കാലികമായിരിക്കുന്ന പരിഹാരങ്ങൾ ഉണ്ടാകും എന്ന തരത്തിലാണ്. ഗസയിൽ നിന്ന് ഹമാസിന്റെ ഭരണം ഒഴിവാക്കി അവിടെ മുസ്ലിം രാജ്യങ്ങൾ ആ ഭരണം ഏറ്റെടുക്കണം എന്നുള്ളതായിരുന്നു ഇസ്രായേലിന്റെ അഭിപ്രായം. ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റിൽ 2 അഭിപ്രായങ്ങളാണ് ഉയർന്നത്. ഒന്ന്, ഗസയിൽ നിന്ന് പിന്മാറാൻ പാടില്ല, ആ പ്രദേശം ഇസ്രായേലിന്റെ ഭാഗമായിട്ട് തന്നെ നിലനിർത്തണം എന്ന തരത്തിലാണ്. അവരുടെ നിയമപരമായിരിക്കുന്ന സൈനികപരമായിരിക്കുന്ന കാര്യങ്ങളിലൊന്നും വിട്ടുവീഴ്ച ചെയ്യാതെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം, അവിടെ ഇസ്രായേൽ സൈന്യം തുടരണം എന്നാണ് യുദ്ധ ക്യാബിനറ്റിൽ ചില ആളുകളുടെ അഭിപ്രായങ്ങൾ വന്നത്. എന്നാൽ അത് ശരിയല്ല. അവരുടെ പ്രദേശത്ത് നമ്മൾ തുടരുന്നത് അന്താരാഷ്ട്ര മേഖലയിൽ വലിയ പ്രതിഷേധമുണ്ടാക്കുകയും നിലനിൽപ്പിനെ പോലും ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകും എന്ന ഒരു അഭിപ്രായം ഉയർന്നതോടുകൂടിയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഒരു തീരുമാനം എടുത്ത് പ്രഖ്യാപിച്ചത്. അറബ് രാജ്യങ്ങൾ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഗസയുടെ ഭരണം ഹമാസ് അല്ലാത്ത വിഭാഗത്തെ ഏൽപ്പിക്കണം എന്ന തരത്തിലാണ്. ഈജിപ്തുമായും സൗദി അറേബ്യയും UAEയുമായൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ പ്രതിനിധി നേരിട്ട് കൊണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഇവരാരും അതിന് തയ്യാറായിട്ടില്ല. സൗദി അറേബ്യ തയ്യാറായിട്ടില്ല, ഈജിപ്ത് തയ്യാറായിട്ടില്ല, UAE തയ്യാറായിട്ടില്ല, ഒരു രാജ്യവും അതിന് തയ്യാറായിട്ടില്ല. സംഘർഷഭരിതമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹമാസിനെ പീതെറിഞ്ഞുകൊണ്ട് അവിടെ ഒരു അറബ് ദേശീയതയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അറബ് രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ഭരണം വരുമ്പോൾ അത് എത്രത്തോളം അവിടുത്തെ പലസ്തീനുകൾ ഉൾക്കൊള്ളും എന്ന് പോലും പറയാൻ പറ്റില്ല. അതൊരു പരീക്ഷണമായിട്ട് മാറും. അതുകൊണ്ട് വലിയ സംഘർഷാവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. അതിന് തങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതിസന്ധിയിലായത്. UAE രാജ്യത്തെ ഭരണം ഏറ്റെടുക്കുമെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ പറഞ്ഞത് വല്ലാത്ത രീതിയിൽ UAE ചൊടിപ്പിച്ചിരുന്നു. ഞങ്ങളുടെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടരുത് എന്ന് UAEയുടെ വിദേശകാര്യമന്ത്രി തന്നെ ഇസ്രായേൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. തങ്ങളുടെ രാജ്യം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് തങ്ങളാണ്, അത് മറ്റു രാജ്യം ഇടപെടേണ്ട ആവശ്യമില്ല എന്ന തരത്തിലായിരുന്നു അവരുടെ നിലപാട്. ഇതിന് തുടർച്ചയായ രീതിയിൽ ഇത് എവിടെയും എത്താത്തൊരു സ്ഥിതിവിശേഷം വന്നു. ഹമാസിനെ ഭരണം ഏൽപ്പിക്കാൻ വേണ്ടി പറ്റുകയില്ല, അതോടൊപ്പം തന്നെ ഇസ്രായേലിന് അവിടെ തുടരാൻ വേണ്ടി പറ്റുന്ന സാഹചര്യമല്ല നിലനിൽക്കുന്നത്. വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകളും പ്രതിരോധവും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് ഇസ്രായേൽ വിട്ടൊഴിഞ്ഞു പോയിരിക്കുന്ന പ്രദേശത്ത് പോലും ഇപ്പോൾ ഹമാസ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് വീണ്ടും ഇസ്രായേൽ സൈന്യം പോയി ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷം, വലിയ രീതിയിലുള്ള സൈനിക നാശങ്ങളൊക്കെ ഉണ്ടാകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായ രീതിയിലാണ് പുതിയൊരു തീരുമാനവുമായിട്ട് അറബ് മേഖലയിൽ, അതായത് ഈ അറബ് ഉച്ചകോടി ഒരു തീരുമാനമെടുത്ത് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്ന കാര്യം UN സമാധാന സേന ഗസയുടെ ഭരണം ഏറ്റെടുക്കണം എന്നുള്ളതാണ്. ഇവിടെ 2 വിഷയങ്ങൾ ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അതിലൊന്ന്, ഇത്തരം ഒരു കാര്യത്തിന് ഹമാസ് അനുമതി നൽകിയിട്ടില്ലെങ്കിൽ ഒരിക്കലും UN സമാധാന സേന സുരക്ഷിതമായ രീതിയിൽ അവിടെ ഭരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. എന്നാൽ ഹമാസിന്റെ അനുവാദമില്ലാതെ UN സഭ ഗസയുടെ ഭരണം ഏറ്റെടുക്കാനുള്ള സാധ്യതയും കുറവായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയത്തെ വിലയിരുത്തുന്നത്. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, UN സമാധാന സംഘം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗസയിലുണ്ട്. ഫലസ്തീനിലെ വ്യത്യസ്തമായിരിക്കുന്ന ഭാഗങ്ങളിൽ അവർ സേവനം ചെയ്യുന്നു. പക്ഷെ അവരും സുരക്ഷിതരല്ല. 160-ലും അധികം ആളുകൾ 7 മാസത്തെ കാലയളവിനിടയിൽ ഗസയിൽ വെച്ച് സേവന പ്രവർത്തനം നടത്തുന്നതിനിടയിൽ മരണപ്പെട്ട വിവരം കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നതാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ആൾനാശങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് UN സഭയുടെ പ്രതിനിധികളാണ് എന്ന് മനസ്സിലാക്കി തന്നെ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് എന്ന തരത്തിലാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സംഘർഷപരമായിരിക്കുന്ന ഒരു ഭൂമികയിൽ UN സഭ അവിടുത്തെ അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് അത് ഇസ്രായേലിന്റെ അനുവാദവും അതോടൊപ്പം തന്നെ ഹമാസിന്റെ അനുവാദവും നിർബന്ധമായിട്ടും ആവശ്യമാണ്.
ഒരുപക്ഷെ ഇസ്രായേൽ അനുവദിച്ചാൽ, ഹമാസ് അനുവദിച്ചിട്ടില്ലെങ്കിലും സംഘർഷാവസ്ഥ അവിടെ ലഘൂകരിക്കുകയല്ല, അവിടെ തുടരാനാണ് സാധ്യത. അതുകൊണ്ട് ഇതൊരു വിജയിക്കുന്ന ഒരു ഭാഗമായിട്ട്, അല്ലെങ്കിൽ വിജയിക്കുന്ന ഒരു നിലപാടായിട്ട് കാണാനുള്ള സാധ്യത തീരെ കുറവാണ്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഒരു സമാധാനം എന്ന ക്രിയക്ക് ഹമാസുമായിട്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇവരുടെ ഭരണം ഏറ്റെടുക്കുകയും ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് അത് ഹമാസിന് ഭരണ കൈമാറ്റം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ഹമാസ് സമ്മതിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് സമ്മതിക്കാൻ ഇസ്രായേലിന് സാധ്യത കുറവാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു വിജയിക്കുന്ന ഒരു സമാധാന കരാറായിട്ട് പറയാനൊന്നും വേണ്ടി സാധിക്കുകയില്ല. അറബ് ലീഗ് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, UN സഭ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ പ്രതിനിധികളാണെങ്കിലും ഹമാസിന്റെ പ്രതിനിധികൾ ചർച്ച ചെയ്യും, അവർ അതിന്റെ അഭിപ്രായം പറയുകയും ചെയ്യും. അറബ് രാജ്യങ്ങൾ ഇവിടെ ഗസയുടെ ഭരണം ഏറ്റെടുക്കാത്ത സാഹചര്യങ്ങൾ എന്താണോ നിലവിലെ അതേ സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ UN സഭയും ബാധിക്കും എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഗസയുടെ ഭരണം ഏറ്റെടുക്കാൻ UN സഭ അംഗീകാരം നൽകാനുള്ള സാധ്യത തീരെ കുറവാണ്. കാരണം സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ഭാഗത്തെയും ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം വരും. ഇപ്പോൾ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മാത്രമേ ആക്രമിക്കുന്നുള്ളൂ. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അക്രമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് ഭരണം ഏറ്റെടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഇസ്രായേൽ ആക്രമിക്കാതിരുന്നാൽ ഹമാസിന്റെ ഭാഗത്ത് അക്രമം ഉണ്ടാവുമോ എന്നൊരു ഭയപ്പാട് ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു വിഷയം കാര്യങ്ങൾ എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളതും അതിനെക്കുറിച്ച് ആലോചിച്ച ശേഷം മാത്രമാണ് യഥാർത്ഥത്തിൽ UN സഭയുടെ ഭാഗത്തുനിന്ന് മറുപടി കിട്ടാനുള്ള സാധ്യതയും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ അറബ് ഉച്ചകോടിയെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പരിഹാരം ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമായിട്ടും അവരുടെ ആവശ്യമായി വന്നിരിക്കുകയാണ്. സർവ്വ മേഖലയും അത് സാരമായിട്ട് ബാധിച്ചിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലും സാമ്പത്തിക രംഗത്തും കയറ്റുമതി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടു പെട്രോളിയം വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ സാരമായി ബാധിച്ചിരിക്കുന്ന ഒരു വലിയ വിഷയമായി യഥാർത്ഥത്തിൽ പലസ്തീൻ വിഷയം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനൊരു സമാധാനപരമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അറബ് ലോകത്തിൻ്റെയും കൂടി അനിവാര്യമായിരിക്കുന്ന ആവശ്യമായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്.